എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് സ്ക്വയർ കംപ്ലീഷൻ, അതായത് വർഗത്തികവ്. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ? എന്താണ് നമ്മൾ പഠിച്ചത്? ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 25, ഓക്കെ, ഇങ്ങനെ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് എക്സിന്റെ വില എങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മൾ പഠിച്ചു അല്ലെ? എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കാറ്? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമുക്ക് നോക്കാം, ഇവിടെ സ്ക്വയർ ആണ് അല്ലെ, അതായത് ഒരു വർഗമാണ്, ഇവിടെയാണെങ്കിലും വർഗമാണ് അല്ലെ. അപ്പൊ രണ്ടറ്റത്തും രണ്ട് സ്ക്വയറുകൾ, അതായത് വർഗങ്ങൾ. എന്ത് ചെയ്യണം അടുത്തത്? ഈ വർഗം അല്ലെ, അതായത് ഈ നടുവിലുള്ള പദത്തിന്റെ പകുതി, അപ്പൊ 10ന്റെ പകുതി ഹാഫ് 5 അല്ലെ. അപ്പൊ 5ന്റെ സ്ക്വയർ ആണോ ഇതൊന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കിയാൽ 10ന്റെ പകുതി 5, 5ന്റെ സ്ക്വയർ ആണ് 25 അല്ലെ. അങ്ങനെയാണ് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? നമുക്ക് എഴുതാം എക്സ്, ഇതിന്റെ റൂട്ട് അല്ലെ, അതായത് എക്സ്, പിന്നെ നമ്മൾ ഈ ചിഹ്നം നോക്കാം അല്ലെ, ഈ രണ്ടാമത്തെ പദം ഏതാണോ അതിന്റെ ചിഹ്നം നോക്കാം, പ്ലസ്, അതിനുശേഷം ഇതിന്റെ റൂട്ട് അല്ലെ, 25ന്റെ റൂട്ട് 5. അപ്പൊ നമുക്ക് ഇതിനെ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇത് വെച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദ്യങ്ങളൊക്കെ ചെയ്തത്. ഇതിൽ നിന്ന് എക്സിന്റെ വില എങ്ങനെ കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഇവിടെ നമ്മൾക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ അല്ലെ, സീക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ. ഇപ്പൊ ഈ രൂപത്തിലേക്ക് നമ്മൾ മാറ്റില്ല, അതാണ് നമ്മൾ ഇവിടെ ചെയ്തത്. ഇതിന്റെ റൂട്ട് പിന്നെ ഇതിന്റെ റൂട്ട്, ഈ ചിഹ്നം അല്ലെ, പ്ലസ് അതിന്റെ സ്ക്വയർ. അപ്പൊ ഇങ്ങനെയാണ് ഇട്ടിട്ടാണ് നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചത് അല്ലെ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു കഴിഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ചോദ്യം നോക്കിയേ. ഇപ്പൊ ഒരു റെക്റ്റാങ്കിൾ, ഒരു ചതുരം, ഈ ചതുരത്തിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട് 224 സ്ക്വയർ മീറ്റർ ഇതിന്റെ ഏരിയ. ഇനിയോ വശങ്ങളുടെ നീളം നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടില്ല. എന്ത് പറഞ്ഞിട്ടുണ്ട്? വലിയ വശത്തിന്റെ നീളം ചെറിയ വശത്തിന്റെ നീളത്തിനേക്കാൾ 2 മീറ്റർ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഓരോ വശങ്ങളുടെ നീളം എത്ര? ഇതാണ് ചോദ്യം. അപ്പൊ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇതിന്റെ ഏരിയ നമുക്ക് തന്നിട്ടുണ്ട്, ഇനി വശങ്ങളുടെ നീളം നമുക്ക് തന്നിട്ടില്ല. പകരം എന്ത് തന്നു നമുക്ക്? ഈ വലിയ വശത്തിന്റെ നീളം ചെറിയ വശത്തിന്റെ നീളത്തിനേക്കാൾ 2 മീറ്റർ കൂടുതലാണ് അല്ലെ. അതായത് ചെറിയ വശത്തിന് എത്രയാണോ നീളം അതിനേക്കാൾ 2 മീറ്റർ കൂടും വലിയ വശത്തിന്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെറിയ വശത്തിന്റെ നീളം എക്സ് മീറ്റർ ആണെങ്കിൽ വലിയ വശത്തിന്റെ നീളം എത്രയായിരിക്കും? എക്സിന്റെ കൂടെ എത്ര കൂട്ടണം? 2 മീറ്റർ കൂട്ടണം അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 2 ആയിരിക്കും ഇതിന്റെ നീളം. അപ്പൊ നമ്മുടെ നീളങ്ങൾ കിട്ടി. എക്സ് ആണെങ്കിൽ ഇത് എക്സ് പ്ലസ് 2, ഏരിയ നമുക്കിത് കിട്ടി 224 സ്ക്വയർ മീറ്റർ അല്ലെ. അപ്പൊ നമുക്കറിയാം ഏരിയ എന്ന് പറയുന്നത് നീളം ഇൻറ്റു വീതിയാണ് അല്ലെ. നീളം ഇൻറ്റു വീതി, അതായത് ഇവിടെ നീളം എക്സ് പ്ലസ് 2, വീതി എക്സ് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇൻറ്റു ഏരിയക്ക് പകരം ഏരിയ എന്നുള്ളത് എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 അല്ലെ. നീളം ഇൻറ്റു വീതി, എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 സീക്വൽ ടു 224. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കും അല്ലെ. അതായത് എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 2, 2x സീക്വൽ ടു 224. ഇപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, എക്സ് സ്ക്വയർ പ്ലസ് 2x സീക്വൽ ടു 224 അല്ലെ. ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമുക്കറിയാം, നാം ഇവിടെ ചെയ്ത് നോക്കിയാൽ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് എക്സ് സ്ക്വയർ പ്ലസ് 10x പ്ലസ് 25 അല്ലെ. അതിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെ കണ്ടുപിടിച്ചു? ഇതിനെ നമ്മൾ എക്സ് പ്ലസ് വൈ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ എന്നുള്ള രൂപത്തിൽ എഴുതി അല്ലെ. അതിന് നമ്മൾ ആദ്യം എന്താണ് ചെയ്തത്? ഇത് ഒരു സ്ക്വയർ ആണോ വർഗമാണോ നോക്കി, ഇതും ഒരു വർഗമാണോ നോക്കി അല്ലെ. പിന്നെ എന്ത് ചെയ്തു? ഇത് ഏതിന്റെ വർഗമാണെന്ന് ചെക്ക് ചെയ്തു അല്ലെ. അതായത് ഇതിന്റെ പകുതിയുടെ അല്ലെ, ഇതിന്റെ പകുതിയുടെ വർഗമാണ്, അതായത് 5ന്റെ വർഗമാണ് ഇത്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ എക്സ് പ്ലസ് 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അതേപോലെ നമുക്ക് ഇവിടെ പറ്റുമോ? ഇവിടെ നോക്കിയ എക്സ് സ്ക്വയർ അല്ലെ, ആദ്യത്തേത് ഒരു സ്ക്വയർ, ഒരു വർഗമാണ്. പിന്നെ 2x അത് ഇവിടെ ഉണ്ട്, പക്ഷെ ഇവിടെ എന്തില്ല? ഈ മൂന്നാമത്തെ സംഭവം ഇവിടെ ഇല്ല അല്ലെ. അത് ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? ഇതേ രൂപത്തിൽ എഴുതാമായിരുന്നു അല്ലെ. അപ്പൊ അത് ഇവിടെ ഇല്ല. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിനി ഇതേ രൂപത്തിലാക്കാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 2x ഈക്വൽ ടു 224. നമുക്ക് ഇവിടെ ഈ മൂന്നാമത്തെ ഒരു പദം അല്ലെ, ഇവിടെ മൂന്നാമത്തെ ഒരു സംഭവം ഉണ്ട്, അത് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് ഇങ്ങനെ ട്രൈ ചെയ്യായിരുന്നു അല്ലെ. അപ്പൊ അത് ഏതായിരിക്കണം?
നമുക്കറിയാം ഇവിടെ എങ്ങനെയാണ് വന്നത്? നടുവിലുള്ളതിന്റെ ഹാഫിന്റെ പകുതിയുടെ സ്ക്വയർ, അതായത് 10ന്റെ പകുതി 5, 5ന്റെ സ്ക്വയർ ആണ് ഇവിടെ വന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേണ്ടത് എത്രയായിരിക്കണം? ഇതിന്റെ ഇവിടെ 2 ആണുള്ളത്, 2ന്റെ പകുതി 1 അല്ലെ. അപ്പൊ 1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 തന്നെ അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 2x അത് ഇതേപോലെ തന്നെ അതിന്റെ കൂടെ നമ്മൾ ഒരു 1 കൂടി ആഡ് ചെയ്തെന്ന് വിചാരിക്കാം. ഈ 1 കിട്ടുന്ന വഴി മനസ്സിലായല്ലോ. അതായത് ഇതിന്റെ പകുതി 2ന്റെ പകുതി 1, 1ന്റെ സ്ക്വയർ 1. അപ്പൊ നമ്മളിവിടെ 1 ഇട്ടു അല്ലെ. ഇപ്പൊ നോക്കിയാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഇതിനെ നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും? ഇവിടെ നമ്മൾ ചെയ്ത പോലെ തന്നെ മാറ്റാൻ പറ്റും അല്ലെ. എങ്ങനെ മാറ്റാം? ഈക്വൽ ടു ഇതിന്റെ ഇതൊരു സ്ക്വയർ ആണ്, അവസാനത്തത് സ്ക്വയർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇതിന്റെ റൂട്ട് എത്രയാണ്? എക്സ് സ്ക്വയറിന്റെ റൂട്ട് എത്രയാണ്? എക്സ് സ്ക്വയറിന്റെ റൂട്ട് നമുക്കറിയാം എക്സ് അല്ലെ. ഇവിടുത്തെ ചിഹ്നം ഏതാണ്? പ്ലസ്. എപ്പോഴും ഈ ചിഹ്നം ഏതാണോ ആ ചിഹ്നമാണ് ഇടേണ്ടത്. ഇവിടെ പ്ലസ് ആയപ്പോൾ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ മൈനസ് ഇടണം. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി നോക്കിയാൽ ഇതിന്റെ ഒന്നിന്റെ റൂട്ട് എത്രയാണ്? 1 × 1 1 അല്ലെ, 1. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ഇതിനെ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ ആയില്ലേ? പക്ഷെ ഇവിടെ നമുക്ക് 1 നമ്മൾ ആഡ് ചെയ്താണ് അല്ലെ. ഇവിടെ 1 ഉണ്ടായിരുന്നില്ല, നമ്മൾ 1 കൂട്ടിയതാണ്. നമുക്ക് ഒരു ഇക്വേഷനിൽ ഒരു സൈഡിൽ വെറുതെ 1 കൂട്ടാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. ഉദാഹരണത്തിന് നോക്കിയാൽ ഇപ്പൊ നമുക്കറിയാം 5 + 4 = 9. ഇവിടെ ഞാൻ 1 കൂട്ടണമെന്ന് വിചാരിക്കുക. 5 + 4 + 1 = എനിക്ക് 9 എന്ന് എഴുതാൻ പറ്റുമോ? 9 ആണ്. ഇവിടെ 5 × 4 9, 9 1 10 ആണ് അല്ലെ. ഇവിടെ 9 എന്ന് ശരിയാവുമോ? അപ്പൊ നമ്മൾ ഇവിടെ എത്ര കൂട്ടി അത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇക്വേഷൻ ആകുമ്പോൾ അപ്പുറത്തും അതേ സംഖ്യ കൂട്ടണം. ഇവിടെ എന്താണോ നമ്മൾ ചെയ്തത് അത് അപ്പുറത്തും ചെയ്യണം അല്ലെ. എന്നാലേ ഇക്വേഷൻ ബാലൻസ് ആവുള്ളൂ. ഇവിടെ നോക്കിയാൽ 5 × 4 9 1 10 അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ 1 കൂട്ടിയപ്പോൾ ഇപ്പുറത്തും നമ്മൾ 1 കൂട്ടണം. അപ്പൊ ശരിയായില്ലേ? 5 × 4 9 1 10, 9 1 10 കറക്റ്റ് ആയി അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ 1 കൂട്ടിയപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ 224 ഓൾറെഡി അവിടെ ഉണ്ട്, അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ആ 1 കൂടി കൂട്ടണം. ഇവിടെ ചെയ്ത പോലെ തന്നെ. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് കിട്ടാം? അപ്പൊ ഇതിനെ നമ്മൾ മാറ്റി എഴുതി എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ = എന്തായി? 224 + 1 225. ഇനി ഇതിൽ നിന്ന് നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം അല്ലെ. അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാലോ. എക്സ് പ്ലസ് 1ന്റെ സ്ക്വയർ 225 ആണെങ്കിലും എക്സ് പ്ലസ് 1 എത്രയായിരിക്കും? ഇതിന്റെ റൂട്ട് അല്ലെ, സ്ക്വയർ മാറുമ്പോൾ ഇവിടെ റൂട്ട് വന്നു, റൂട്ട് 225. അതായത് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 225 റൂട്ട് എത്രയാണ്? 15. അപ്പൊ നമുക്കിവിടെ എക്സ് പ്ലസ് 1 15 കിട്ടിക്കഴിഞ്ഞാൽ എക്സ് എന്തായിരിക്കും? 15. ഈ 1 അങ്ങോട്ട് പോകുമ്പോൾ -1, പ്ലസ് 1 അങ്ങോട്ട് പോകുമ്പോൾ -1 അല്ലെ, = 40. അപ്പൊ ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ, അതായത് വീതി അല്ലെ, വീതി നമുക്ക് കിട്ടി എന്ത്? 14. അങ്ങനെയാണെങ്കിൽ നീളം എത്ര വരും? നീളം ലെങ്ത് അല്ലെ, ലെങ്ത് എത്ര വരും? ലെങ്ത് = 14x + 2, അതായത് 14 + 2 = 16. അപ്പൊ നീളം കിട്ടി, വീതി 14, നീളം 16 മീറ്റർ. ഇനി നമുക്ക് ഈ ചോദ്യത്തിൽ ചെറിയ വ്യത്യാസം കൂടി വന്നാലോ? ഈ വലിയ വശത്തിന് ചെറിയ വശത്തിനേക്കാൾ ഇവിടെ നമ്മൾ 2 സെന്റിമീറ്റർ കൂടുതലാണെന്നാണ് പറഞ്ഞത് അല്ലെ. അതിന് പകരം 2 മീറ്റർ കൂടുതലാണെന്നാണ് പറഞ്ഞത് അല്ലെ. അതിന് പകരം 20 മീറ്റർ കൂടുതലാണ്. അതായത് വലിയ വശത്തിന് ചെറിയ വശത്തിനേക്കാൾ 20 മീറ്റർ കൂടുതൽ നീളമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതും? ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് + 20 എന്ന് എഴുതും അല്ലെ. ഓക്കെ. ഇതിൽ ഏരിയ ഇതന്നെ, സെയിം തന്നെ, 224 തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ നീളവും വീതിയും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇവിടെ ഏരിയ സെയിം തന്നെ 224 അല്ലെ. അപ്പൊ ഇത് വീതി, ഇത് നീളം, ഇതിനേക്കാൾ 20 മീറ്റർ കൂടുതൽ നീളത്തിന്. അങ്ങനെയാണെങ്കിൽ ഏരിയ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നീളം ഇൻറ്റു വീതി അല്ലെ. അപ്പൊ നീളം എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 20, നീളം ഇൻറ്റു വീതി. ഓക്കെ ആണല്ലോ, = 224. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? നീളവും വീതിയും എത്രയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ഇതിലൊരു വ്യത്യാസവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കണം അല്ലെ. അപ്പൊ x × x എന്ത് വരും? x² + x × 20 20x = 224.
ഓക്കെ, ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കേസ് തന്നെ x² പ്ലസ് 20x അല്ലെ. ഇവിടെ നോക്കിയേ, ഇവിടെ സ്ക്വയർ ആണ് അല്ലെ, വർഗമാണ്. ഇവിടെ ഒരു പദം ഉണ്ട്, അതിനുശേഷം ഇവിടെ ഒന്നുമില്ല. ഈക്വൽ ടു 224. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ എന്തെങ്കിലും സാധനം നമ്മൾ ആഡ് ചെയ്യണം അല്ലെ, എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. x² പ്ലസ് 2xy പ്ലസ് y² അല്ലെ. അപ്പൊ ഇതേ രൂപത്തിൽ എത്തണമെങ്കിൽ ഇവിടെ x² പ്ലസ് 20x ഇത്രയുണ്ട്. പിന്നെ നമുക്ക് ഈ സംഭവം ഇല്ല അല്ലെ, y² ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് ആഡ് ചെയ്യേണ്ടത്? അത് ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് y² ആഡ് ചെയ്യണം അല്ലെ. y² എങ്ങനെ ആഡ് ചെയ്യേണ്ടത്? നടുവിലെ പദം നോക്കാം. ഇവിടെ നടുവിൽ എന്താണ് 20x അല്ലെ. അപ്പൊ ഇവിടെ x കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് 20. 20യുടെ പകുതി ശ്രദ്ധിക്കുക, 20യുടെ പകുതി എത്രയാണ്? 10 അല്ലെ. 10ന്റെ സ്ക്വയർ, 10ന്റെ സ്ക്വയർ എത്രയാണ്? 100. അപ്പൊ നമ്മൾ ഇവിടെ ഏത് ആഡ് ചെയ്യണം? ഇവിടെ ആഡ് ചെയ്യേണ്ടത് 100 ആണ് ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? അതായത് നമ്മൾ x² പ്ലസ് 20x പ്ലസ് 100. അല്ലാതെ നമ്മൾ നേരത്തെ ആഡ് ചെയ്തതുപോലെ ഇവിടെ 1 ആഡ് ചെയ്താൽ നടക്കുമോ? ഇവിടെ നമ്മൾ 1 ആഡ് ചെയ്തെന്ന് വിചാരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഇതിന്റെ പകുതിയുടെ സ്ക്വയർ ആയിരിക്കും ഇവിടെ അല്ലെ. അപ്പൊ ശരിയാവോ? ശരിയാവില്ല. ഈ രൂപത്തിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പൊ ഇവിടെ എന്ത് വേണം? ഏതാണ് ആഡ് ചെയ്യേണ്ടത് അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കാം? ഇവിടെ ഉള്ളതിന്റെ പകുതി എടുക്കുക, പകുതിയുടെ സ്ക്വയർ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്കിവിടെ x² പ്ലസ് 20x പ്ലസ് 100 ഈക്വൽ ടു എന്ത് വരും? ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ സംഖ്യ ഇപ്പുറത്ത് ആഡ് ചെയ്യണ്ടേ? വേണം. 224 ഇവിടെ ഉണ്ട്, അതിന്റെ കൂടെ 100 ആഡ് ചെയ്തു. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് നോക്കിയാൽ ഇതിനെ നമുക്ക് രൂപം മാറ്റി എഴുതാം അല്ലെ. ഇവിടെ വർഗാണ്, ഇവിടെ വർഗാണ് അല്ലെ, രണ്ടറ്റവും ശരി. ഓക്കെ, ഇനി ഈ വർഗം എന്താണ്? ഇതിന്റെ പകുതിയുടെ വർഗാണ് അല്ലെ, അതായത് 10ന്റെ വർഗം 100. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ റൂട്ട് x² എന്ന് പറഞ്ഞാൽ x, ചിഹ്നം ഇവിടെ പ്ലസ് ആകുമ്പോൾ +2, 100ന്റെ റൂട്ട് 10. അപ്പൊ x പ്ലസ് 10 ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിനെ നമ്മൾ ഈ രൂപത്തിലേക്ക് മാറ്റി. ഈക്വൽ ടു 224 പ്ലസ് 100 324. ഇനി നമുക്ക് ആരുടെയും ആവശ്യമില്ല അല്ലെ. ഇനി നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. x പ്ലസ് 10 ഹോൾ സ്ക്വയർ 324 ആണെങ്കിൽ x പ്ലസ് 10 എത്ര വരും? ഈക്വൽ ടു ഈ സ്ക്വയർ അല്ലേ. അപ്പൊ നമ്മളിവിടെ റൂട്ട് കണ്ടാൽ മതി. സ്ക്വയർ മാറ്റാണ് റൂട്ട് കാണാം. ഈക്വൽ ടു റൂട്ട് 324. ഇനി നമുക്ക് 324 റൂട്ട് കണ്ടുപിടിക്കണം അല്ലെ. അതിനെന്താണ് എളുപ്പം? നമുക്കറിയാം. അറിയാത്തവർ എന്ത് ചെയ്യാം? 10ന്റെ സ്ക്വയർ എത്രയാണ്? 100 അല്ലെ. 20ന്റെ സ്ക്വയർ എത്രയാണ്? 2ന്റെ സ്ക്വയർ 4, ഒരു 0 ആണ്, 2 0. അപ്പൊ നമ്മുടെ സംഖ്യ എത്രയാണ്? 324. അതായത് ഇതിന്റെ ഇടയിലാണ് സംഖ്യ എടുക്കണം അല്ലെ. 100നും 400നും ഇടയിലാണ് 324. ഓക്കെ, 324 ഇതിന്റെ ഇടയ്ക്ക് എടുക്കുന്ന സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൂട്ട് എന്ത് വരും? 10നും 20നും ഇടയിലുള്ള ഒരു സംഖ്യയാണെന്ന് ഉറപ്പായി അല്ലെ. അപ്പൊ 10നും ഇടയിലുള്ള ഒരു സംഖ്യ, അത് ഏത് സംഖ്യ ആയിരിക്കും? അപ്പൊ നമ്മൾ ഇത് നോക്കാം അല്ലെ. ഈ 1ന്റെ സ്ഥാനത്ത് എടുക്കുന്ന സംഖ്യ നോക്കാം. 4 ആണ്. 4 ഏത് ഗുണിക്കുമ്പോഴാണ് 4 കിട്ടുക? നമുക്ക് ഒരേ സംഖ്യകൾ ഗുണിക്കുമ്പോൾ ഒന്നുകിൽ 2 × 2 4 അല്ലെ, അല്ലെങ്കിലോ 8 × 8 അല്ലെ. 8 × 8 64. അപ്പോൾ നമുക്ക് 1ന്റെ സ്ഥാനത്ത് 4 വന്നു. ഈ രണ്ട് ഇത് തമ്മിൽ ഗുണിച്ചാൽ മാത്രമേ നമുക്ക് 4 കിട്ടുള്ളൂ 1ന്റെ സ്ഥാനത്ത് അല്ലെ. വേറെ ഏത് ഒരേപോലെ സംഖ്യകൾ ഗുണിച്ചാലും 4 കിട്ടില്ല. അപ്പൊ നമ്മളെ സംഖ്യ ഏതായിരിക്കും? റൂട്ട് ഏതായിരിക്കും? അത് ഒന്നുകിൽ 12 ആയിരിക്കും, അല്ലെങ്കിൽ 18 ആയിരിക്കും. വേണ്ട, 2 or 8. അപ്പൊ ഒന്നുകിൽ 12 ആയിരിക്കും, അല്ലെങ്കിൽ 18 ആയിരിക്കും. ഉറപ്പായി കാര്യം അല്ലെ. ഇനി ഇതിലേതാണെന്ന് അങ്ങനെ തിരിച്ചറിയാൻ പറ്റും നമുക്ക്. നോക്കാം. 324 അല്ലെ. ഏതിനോടാണ് കൂടുതൽ അടുത്ത് നിൽക്കുന്നത്? 100ന്റെ അടുത്താണ് നിൽക്കുന്നത്, 400ന്റെ അടുത്താണ് ഉള്ളത്? 400 അല്ലെ. 324 400 വളരെ അടുപ്പത്തിൽ നിൽക്കുന്നത് അല്ലെ. ഇത് 100 ആണ്. അപ്പൊ എന്ത് വേണം? വലിയ സംഖ്യ ആയിട്ടാണല്ലോ കൂടുതൽ അടുത്ത് നിൽക്കുന്നത് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാം? നമുക്ക് വലിയ സംഖ്യ സെലക്ട് ചെയ്യാം, അതായത് 18. ഇനി ചെറുതിന്റെ അടുത്താണ് നിൽക്കുക, അത് 100ന്റെ അടുത്താണെന്ന് വിചാരിക്കുക സംഖ്യ. അങ്ങനെയാണെങ്കിൽ ഏത് സെലക്ട് ചെയ്യാം? 12 സെലക്ട് ചെയ്യാം, ചെറിയ സംഖ്യ സെലക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതേ രൂപത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 18 കിട്ടി. ഈക്വൽ ടു 18. അപ്പൊ x പ്ലസ് 10 ഈസ് ഈക്വൽ ടു 18. അങ്ങനെയാണെങ്കിൽ x എന്ത് വരും? 18 പ്ലസ് 10 കൂടുമ്പോൾ -10 ഈക്വൽ ടു 8. അപ്പൊ ഇത് വീതി അല്ലെ. ഇത് വീതി കിട്ടി. ഇനി നീളം കിട്ടാനോ? x പ്ലസ് 20 അല്ലെ. അപ്പൊ ലെങ്ത്, ഇത് വിടുത്ത് 8 മീറ്റർ, ലെങ്ത് ആണെങ്കിൽ x പ്ലസ് 20 അല്ലെ. x ഇവിടെ 8 കിട്ടിയില്ലേ. അപ്പൊ 8 പ്ലസ് 20 ഈക്വൽ ടു 28 മീറ്റർ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നല്ല വണ്ണം പഠിക്കാം.
ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 92 കുറച്ച് ചോദ്യങ്ങളുണ്ട്, അതിലൊന്ന് ചെയ്തു നോക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് ഇതേ രൂപത്തിൽ ഒരു സമപാർശ്വ ത്രികോണം, അതായത് ഐസോസെലസ് ട്രയാങ്കിൾ ഉണ്ടാക്കണം. ദി ഹൈറ്റ് മസ്റ്റ് ബി 2 meters ലെസ് ദാൻ ദി ബേസ്. അതായത് ഇതിന്റെ ഹൈറ്റ് ബേസിനേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. പിന്നെയോ ദി ഏരിയ ഷുഡ് ബി 12 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഏരിയ 12 സ്ക്വയർ സെന്റിമീറ്റർ ആയിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഏരിയ 12 സ്ക്വയർ മീറ്റർ ആയിരിക്കണം അല്ലെ? ഏരിയ 12 സ്ക്വയർ മീറ്റർ ആയിരിക്കണം. ഇതിന്റെ ഹൈറ്റോ ഇതിന്റെ ബേസിനേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം. അപ്പൊ ഇത്തരം ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കാം. അപ്പൊ ബേസിനേക്കാൾ, ഇതാണ് ബേസിനേക്കാൾ 2 മീറ്റർ കുറവായിരിക്കണം ഈ ഹൈറ്റിന് അല്ലെ? അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബേസിനേക്കാൾ 2 മീറ്റർ കുറവ്. അപ്പൊ ബേസിന് എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതിനേക്കാൾ 2 മീറ്റർ കുറവ് അല്ലെ? അതായത് എക്സ് മൈനസ് 2 എന്ന് നമുക്ക് എഴുതാം. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത് ബേസ് എക്സ് ആണെങ്കിൽ, എക്സ് മീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? അതിനേക്കാൾ 2 മീറ്റർ കുറവ്, എക്സ് മൈനസ് 2. അപ്പൊ നമുക്ക് ഏരിയ തന്നിട്ടുണ്ട് 12 സ്ക്വയർ മീറ്റർ ആയിരിക്കണം അല്ലെ? നമുക്കറിയാം ഒരു ത്രികോണത്തിന്റെ ബേസും അല്ലെ അതിന്റെ ഹൈറ്റും നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ഏരിയ കാണാം? ഹാഫ് ബി എച്ച് അല്ലെ? അപ്പൊ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച്, അര ബി എച്ച്. അര ബി എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 12 അല്ലെ? ഇതാണ് ഇക്വേഷൻ. ഹാഫ് ബി എച്ച്, ഇത് ബേസ്, ഇത് ഹൈറ്റ്. ഓക്കെ, ഇവിടെ നമുക്ക് ബേസ് അറിയാം, ഹൈറ്റ് അറിയാം. അപ്പൊ അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഹാഫ് ഇൻറ്റു, ശ്രദ്ധിക്കുക, ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? എക്സ് അല്ലെ? എക്സ് ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? എക്സ് മൈനസ് 2. അപ്പൊ ബേസ് ഇൻറ്റു ഹൈറ്റ് ഈക്വൽ ടു 12. അപ്പൊ നമുക്ക് ഈ അളവുകൾ കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. ഇതിനേക്കാൾ കുറവാണ് അതനുസരിച്ച് വായിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ എഴുതാം. ഇതിനേക്കാൾ 2 മീറ്റർ കുറവാണ് അല്ലെ? ഇനി ഇതിനേക്കാൾ 2 മീറ്റർ കുറവ് ഇവിടെയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതും. ഇവിടെ എക്സ് കൊടുക്കുക, ഇവിടെ നമുക്ക് എക്സ് മൈനസ് 2 എന്ന് കൊടുക്കാം. ഇനി 2 മീറ്റർ കൂടുതലാണെങ്കിൽ ഇവിടെ എക്സ് കൊടുക്കുക, ഇവിടെ എക്സ് പ്ലസ് 2 എന്ന് കൊടുക്കുക. മനസ്സിലായില്ലേ? അതേപോലെ വായിച്ചിട്ട് കൃത്യമായിട്ട് എഴുതാം. പിന്നെ നമുക്ക് ഹാഫ് ബി എച്ച്, ഇതിന്റെ ഏരിയ ഹാഫ് ബി എച്ച് ആണ്, അത് എഴുതി. ബിക്കും എച്ചിനും നമ്മൾ വാല്യൂ കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 1/2 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 ഈക്വൽ ടു 12 അല്ലെ? അപ്പൊ ഇവിടെ നോക്കി അടിയിലൊരു 2 എടുക്കുന്നുണ്ട് അല്ലെ? ഈ 2 നമുക്ക് ഒഴിവാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മാത്രമേ നല്ല സമാധാനമായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് 2 ഒഴിവാക്കാം. എങ്ങനെ ഒഴിവാക്കണം? ഇവിടെ by2 ആണ് അല്ലെ? by2 നമുക്ക് ഇതിന്റെ ഇപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? ഇൻറ്റു 2 ആയിട്ട് മാറി അല്ലെ? അപ്പൊ നമുക്ക് ഇവനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അങ്ങോട്ട് മാറി കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് നോക്കിയാൽ, ഇത് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 2 അല്ലെ? ഇതിനെ മാത്രം നമ്മൾ ഇവിടെ നിർത്തി, ബാക്കി എന്ത് ചെയ്തു? ഈക്വൽ ടു 12. ഈ by2 അല്ലെ? ഇവിടെ 1/2 എന്നുള്ളത് എന്ത് ചെയ്യാം? അങ്ങോട്ട് കൊണ്ടുപോകാൻ എന്ത് വരും? അപ്പോ by2 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ ഇൻറ്റു 2 ആയി മാറി. അപ്പൊ നമുക്ക് ഇവന്റെ ആ ബുദ്ധിമുട്ട് മാറ്റി കിട്ടി അല്ലെ? മാറി കിട്ടി. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഇതുകൊണ്ട് ഓരോന്നിനെയും ഗുണിക്കാം. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു മൈനസ് 2 അല്ലെ? അപ്പൊ മൈനസ് 2x ഈക്വൽ ടു 12 ഇൻറ്റു 2 24. അപ്പൊ നമുക്ക് ഇതേ രൂപത്തിൽ ഒന്ന് കിട്ടി അല്ലെ? ഇനി നാം ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞല്ലോ അല്ലെ? നമ്മൾ പറഞ്ഞു നിർത്തി. എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ സ്ക്വയർ ആണ് അല്ലെ? ഇവിടെ 1, 2, മൂന്നാമത്തെ പദം ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ആഡ് ചെയ്യണം അല്ലെ? അപ്പൊ അത് ഏത് സംഖ്യയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? അതെങ്ങനെ നമ്മൾ നോക്കേണ്ടത്? നമ്മ ഇവിടെ നോക്കാം അല്ലെ? നടുവിലെ പദം ഏതാണ്? നടുവിലെ 2x ആണ്. അപ്പൊ ഇവിടെ x കഴിഞ്ഞിട്ട് ബാക്കി 2. 2ന്റെ പകുതി എത്രയാണ്? 1. 1ന്റെ സ്ക്വയർ, ഇതിന്റെ പകുതിയുടെ സ്ക്വയർ. അപ്പൊ 1ന്റെ സ്ക്വയർ 1 തന്നെ അല്ലെ? അപ്പൊ നമ്മൾ ഇവിടെ ഏതാണ് ആഡ് ചെയ്യേണ്ടത്? 1 ആഡ് ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 2x, ഇനി നമ്മൾ പ്ലസ് 1 അത് നമ്മൾ ആഡ് ചെയ്യുന്നു. 1 കിട്ടിയത് മനസ്സിലായല്ലോ? ഇതിന്റെ പകുതിയുടെ സ്ക്വയർ 1 ഈക്വൽ ടു 24. ഇത് മറക്കരുത്, ഇവിടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതേ 1 ഇതിന്റെ കൂടെ ആഡ് ചെയ്യണം 1. അത് പലവരും മറന്നുപോകും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റാം? എക്സ് സ്ക്വയർ അല്ലെ? ഇവിടെ വർഗം, ഇവിടെ 1, ഇവിടെയും വർഗം അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ റൂട്ട്, എക്സ് സ്ക്വയറിന്റെ റൂട്ട് എക്സ്, ഈ ചിഹ്നം കേട്ടോ, ഞാൻ പറഞ്ഞല്ലോ ഈ ചിഹ്നം എപ്പോഴും ശ്രദ്ധിക്കണം. ഈ ചിഹ്നമാണ് നമ്മൾ ഇവിടെ ഉണ്ടത്. ഇവിടെ മൈനസ് വന്നാൽ മൈനസ് തരണം, പ്ലസ് വന്നാൽ പ്ലസ് തരണം. ഇവിടെ മൈനസ് ആണ്, അതുകൊണ്ട് മൈനസ്. ഇനി ഇതിന്റെ 1ന്റെ റൂട്ട് 1 അല്ലെ? 1 ഇൻറ്റു 1 1. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ കണ്ട ഈക്വൽ ടു 24 പ്ലസ് 1 25.
അപ്പോൾ നമ്മൾ ഇതേ രീതിയിലേക്ക് എത്തി അല്ലേ, ഇതേ കോലത്തിലേക്ക് എത്തി. ഇനി നമുക്ക് എളുപ്പമാണല്ലോ. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ 25 ആണെങ്കിൽ എക്സ് മൈനസ് 1 എത്ര വരും? ഇവിടെ സ്ക്വയർ അല്ലേ, സ്ക്വയറും കൂടി മാറ്റുമ്പോൾ എന്ത് വരും? ഇവിടെ റൂട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ റൂട്ട് 25 ഈക്വൽ ടു റൂട്ട് 25 എത്രയാണ്? 5. അപ്പൊ നമുക്ക് എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ത് വരും? 5 ഈ ഒന്ന് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് 1 ഈക്വൽ ടു 6. അപ്പൊ എക്സ് നമുക്ക് 6 എന്ന് കിട്ടി അല്ലെ. എക്സ് എന്ന് പറഞ്ഞ എന്താണ്? ബേസ് അല്ലെ. ബേസിനാണ് നമ്മൾ എക്സ് എന്ന് കൊടുത്തത്. അപ്പൊ ബേസ് നമുക്ക് 6 മീറ്റർ എന്ന് കിട്ടി. ഇനി ഇതിന്റെ ഹൈറ്റ് എന്ത് വരും? എച്ച് ഹൈറ്റ് ഈസ് ഈക്വൽ ടു എക്സിന്റെ കൂടെ നമ്മൾ എത്ര കൂട്ടണം? എക്സിൽ നിന്ന് എത്ര കുറയ്ക്കണം? 2 കുറയ്ക്കണം അല്ലെ. അപ്പൊ എക്സ് മൈനസ് 2 ഈക്വൽ ടു എക്സ് 6 ആണ്. 6 മൈനസ് 2 4 മീറ്റർ. ഇനി നമ്മോട് എച്ച് അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മോട് ഈ ബാക്കി സൈഡുകളുടെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ നമുക്കിവിടെ ബേസ് 6 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എച്ച് വെച്ചിട്ട് നമ്മൾ ഈ സൈഡ് കണ്ടുപിടിക്കണം അല്ലെ. ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? ഇവിടെ നമുക്ക് ബേസിന്റെ നീളം 6, അതായത് ഈ നീളം 6 അല്ലെ. അപ്പൊ ഇത് എത്ര ഉണ്ടായിരിക്കും? ഇത് 3 അല്ലെ. ഇത് 3 ഇത് 3. അപ്പൊ ഇവിടെ 3 കിട്ടി. ഈ എച്ച് നമ്മൾ കണ്ടുപിടിച്ചു 4 അല്ലെ. അപ്പൊ ഇവിടെ 4. അപ്പൊ ഇവിടെ 4 ഇത് 3. അങ്ങനെയാണെങ്കിൽ ഈ നീളം എത്രയായിരിക്കും? ഈ നീളം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ നീളം എത്രയായിരിക്കും? നമുക്കറിയാം പൈത്തഗോറസ് തിയറി ഉപയോഗിച്ചുകൊണ്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. അപ്പൊ ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക, അല്ലാണ്ട് എച്ച് എഴുതിയിട്ട് അടിയിൽ വരച്ചിട്ട് നിർത്തരുത്. ചോദ്യം ഈ സൈഡുകൾ കണ്ടുപിടിക്കണം നമുക്ക്. ഇവിടെ നമുക്ക് 4 കിട്ടി, ഇത് നമുക്ക് 3 കിട്ടി. അതുകൊണ്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. ഇവിടെ നമുക്ക് ഹൈപ്പോട്ടിനസ്, അതായത് കർണം, ഹൈപ്പോട്ടിനസ് സ്ക്വയർ സീക്രട്ട് എന്ത് വരും? ഇതിന്റെ സ്ക്വയർ പ്ലസ് ഇതിന്റെ സ്ക്വയർ അല്ലെ. അപ്പൊ 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽ ടു 3 × 3 9 പ്ലസ് 16 ഈക്വൽ ടു 25. അപ്പൊ ഹൈപ്പോട്ടിനസ് ഇതിന്റെ സ്ക്വയർ നമുക്ക് കിട്ടി 25. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടിനസ് എന്ത് വരും? കർണം 25 റൂട്ട് 25 അല്ലെ. സ്ക്വയർ എച്ച് ഹൈപ്പോട്ടിനസിന്റെ സ്ക്വയർ 25. ഹൈപ്പോട്ടിനസ് എന്ത് വരും? റൂട്ട് 25 അല്ലെ, അതായത് 5 മീറ്റർ. അപ്പൊ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ചോദ്യം നല്ലവണ്ണം വായിച്ചു നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ബേസ് കണ്ടുപിടിച്ചു ആദ്യം അല്ലെ, ബേസിന്റെ പകുതി. അപ്പൊ ഇവിടെ നമുക്ക് 3 കിട്ടി. ഈ നീളം നമ്മൾ ഹൈറ്റ് കിട്ടി നമുക്ക് 4. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഈ സൈഡ് കണ്ടുപിടിച്ചു. എങ്ങനെ? നമ്മൾ പൈത്തഗോറസ് തിയറി ഉപയോഗിച്ചത് 5 അല്ലെ. അപ്പൊ ഇത് 5 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇതും 5 തന്നെ അല്ലെ. ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.